നമസ്കാരം. സമ്പൂർണമായ ഒരു വാർഷിക കണക്കെടുപ്പിന് സമയമായി വരുന്നു. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. നിലവിലെ സാഹചര്യമനുസരിച്ച് 600 കപ്പലുകൾ കടക്കും. ഒരു വർഷം, ആദ്യത്തെ സമ്പൂർണ്ണ വർഷം 600 കപ്പലുകൾ കടക്കും. അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അതാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ ഇപ്പൊ തന്നെ 590 പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് 592 കപ്പലാണ്. 591 കാറ്ററീന, 592 മിലാത്രി. 600 കടക്കും. മൊത്തം സാൻ ഫെർണാൻഡോ മുതൽ ഇന്ന് വരെ 834 ആയിട്ടുണ്ട്. ഈ വർഷത്തെ കണക്കാണ് പറഞ്ഞത് 600 കടക്കുമെന്നുള്ളത്. ഫസ്റ്റ് ഇയറിൽ 242 നമുക്ക് ചെയ്യാൻ പറ്റിയത്. ജൂലൈ മുതൽ കഴിഞ്ഞ മാർച്ച് വരെ 242, കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ മാർച്ച് അവസാനം വരെ 592 എന്നുള്ളത് 600 മുകളിലോ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ പുറംകടലിൽ 3 കപ്പൽ കിടപ്പുണ്ട്. ഇത് എല്ലാ കപ്പലുകളെയും വരുമ്പോൾ പ്രവേശിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഇനിയെങ്കിലും പുതിയ 2000 മീറ്ററിലോട്ടൊക്കെ ബെർത്ത് പോകുമ്പോഴെങ്കിലും അതൊക്കെ ഒന്ന് വിശകലനം ചെയ്യണം. ഇപ്പൊ തന്നെ MSC മിലാൻ, മിഷേൽ കപ്പലേനി, GFS റൈൻ 3 കപ്പൽ ഇപ്പോൾ പുറംകടലിലുണ്ട്. ഒരു കപ്പൽ എനിക്ക് തോന്നുന്നു മിഷേൽ കപ്പലേനിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ കയറാൻ പറ്റാഞ്ഞിട്ട് അടുത്ത പോർട്ടിലോട്ട് പോയിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇവിടെ വന്ന് കുറച്ച് സമയം ഇവിടെ ആങ്കറേജിൽ നിൽക്കും. അത് കഴിഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ബെർത്തിന്റെ പരിമിതിയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. തുടക്കം മുതൽ നമ്മൾ പറയുന്നതായിരുന്നു 800 മീറ്ററിന്റെ സ്ഥാനത്ത് കുറച്ചുകൂടി കൂടുതൽ നിർമ്മിച്ചിരുന്നെങ്കിൽ 2 മദർ വെസൽ അല്ലെങ്കിൽ 1 മദർ വെസലും 2 ഫീഡർ വെസലും എന്നുള്ള കണക്കിലായിരുന്നെങ്കിൽ ഇപ്പോൾ 1000 കപ്പലൊക്കെ തികയേണ്ട സമയം കഴിഞ്ഞു. തുടങ്ങിയത് മുതൽ ഇന്ന് വരെ 1000 കപ്പലൊക്കെ ആകേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ 834 എത്തി നിൽക്കുന്നത്. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമുണ്ട്, കാര്യമില്ലെന്നാണ് പലരും പറയുന്നത്. പക്ഷെ നമ്മൾ കാര്യമുണ്ടെന്നാണ് പറയുന്നത്. കാരണം 800 മീറ്റർ പണിതതിന്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇവിടെ പുതിയൊരു ടെർമിനൽ പണിയാൻ വേണ്ടി MSC തന്നെ തീരുമാനമെടുക്കുകയാണ്. MSC തീരുമാനമെടുത്തപ്പോൾ 910 മീറ്ററാണ് അവർ ആലോചിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ 800 മീറ്റർ മതിയാകുമായിരുന്നല്ലോ. എന്തുകൊണ്ട് അവർ 910 പോകുന്നു? അവർക്കറിയാം ഇതുപോലെ 2 മദർ വെസലിന് ഒരേ സമയത്ത് നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ 1 മദർ വെസലും 2 ഫീഡർ വെസലും എന്നുള്ള കണക്കിൽ നിർത്തേണ്ടി വരുമെന്ന് അവരുടെ ആഗോള പരിചയം അവരെ പഠിപ്പിച്ചു. MSC തന്നെ നേരിട്ട് പ്രവർത്തനം ഏറ്റെടുക്കാൻ പോകുന്ന MSC ഹാസ് സൈൻഡ് എ 45-year കൺസെഷൻ വിത്ത് നൈജർ ഡോക്ക് ഇൻ ലാഗോസ് to develop a large container terminal in Lagos. ലാഗോസ് എന്ന് പറഞ്ഞാൽ നൈജീരിയയാണ്. നമ്മുടെ ഇവിടുന്ന് പല ആളുകളും ജോലിക്ക് വേണ്ടി പോയിട്ടുള്ള സ്ഥലമാണ് നൈജീരിയ. കുറച്ച് പെട്രോളൊക്കെ അവർക്കുണ്ട്. അവിടെ MSC തന്നെ അവരുടെ ലാഗോസിലുള്ള ഒരു പോർട്ടിന്റെ നിർമ്മാണം, ഒരു ടെർമിനലിന്റെ നിർമ്മാണം ഏറ്റെടുക്കുമ്പോൾ അവർ 910 മീറ്ററാണ് അതിനുവേണ്ടി കണക്ക് കൂട്ടിയിരിക്കുന്നത്. The 30-hectare deep sea terminal will have a 910 meter quay. Quay എന്ന് പറഞ്ഞാൽ ബർത്ത് ലെങ്ത് ആണ്. 910 meter quay with 6 STS ship to shore. നമ്മുടെ ഇവിടെ 8 ഉള്ളത്, ഇവിടെ 6 ആണ് അവർ കണക്കാക്കുന്നത്. 6 STS shore cranes and a depth alongside of up to 18 meter. എക്സാക്ട്ലി നമ്മുടെ അതേ ഫീച്ചേഴ്സ് ഉള്ള ഒരു തുറമുഖമാണ്. 18 മീറ്റർ, നമുക്ക് 18-20ഓളം വരും നമ്മുടെ ഇത്. അപ്പോൾ അവിടെ 18 മീറ്റർ, 6 STS ക്രെയിൻ, 910 മീറ്റർ ക്വേ ബെർത്ത്. അപ്പൊ നമ്മളും ഈ ഒരു 910 തുടക്കത്തിൽ വെച്ചിരുന്നെങ്കിൽ പല കപ്പലുകൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഇവിടെ തന്നെ ബെർത്ത് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുമായിരുന്നു. അപ്പൊ 2000 മീറ്ററിലോട്ട് പോകുമ്പോഴും ഈ കണക്കുകൾ കൂട്ടണം. 2000 മതിയോ 2000-ലധികം വേണോ എന്നുള്ളത് ഇപ്പോഴേ കണക്ക് കൂട്ടി ഇത്തരം ഷോർട്ട് ഫോൾസ്, ബുദ്ധിമുട്ടുകൾ നേരിൽ കാണേണ്ടതാണ്. It is schedules for completion in 2028. നമ്മുടെ
ഇതിനോടൊപ്പം അവർ പൂർത്തിയാക്കാൻ തീരുമാനിക്കുന്നു. ആൻഡ് ഇസ് എക്സ്പെക്ടഡ് ടു പ്രൊവൈഡ് എ മേജർ ബൂസ്റ്റ് ടു ലോജിസ്റ്റിക്സ് ഇൻ ദാറ്റ് റീജിയൻ ഓഫ് കോസ്റ്റ്. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരമാണ് ഈ നൈജീരിയ എന്ന് പറയുന്നത്. ആഫ്രിക്കയുടെ പടിഞ്ഞാറ്, നമ്മുടെ അവിടെ നിന്നൊക്കെ കാമറൂൺ, അവിടെ നിന്നൊക്കെ കപ്പലുകൾ വരുന്നുണ്ട്. ക്രിബി എന്നൊക്കെ വരുന്നിടത്ത് ഉള്ളതാണ് ഈ ലാഗോസ്. അപ്പൊ അവിടെ അവര് 910 മീറ്റർ തുടക്കത്തിലേ അത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പിഴവ് പോലും MSC ഒരു പാഠമാക്കിയിട്ടുണ്ട്. ദിസ് പ്രൊജക്ട് 1 ബില്യൺ ആണ് ഇൻവെസ്റ്റ്മെന്റ്. ദിസ് പ്രൊജക്ട് പാർട്ട് ഓഫ് എ 1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ അതേ നിക്ഷേപം തന്നെയാണ് വരുന്നത്. ഏകദേശം 8,500 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ തന്നെ വേണ്ടി വരുന്നത്. ദിസ് പ്രൊജക്ട് പാർട്ട് ഓഫ് എ 1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് വിൽ ഫീച്ചർ 910 മീറ്റർ ക്വേ. അത് ആവർത്തിച്ച് പറയുകയാണ്. 910 മീറ്റർ ക്വേ ഡിസൈൻ ടു ഇൻക്രീസ് കപ്പാസിറ്റി ആൻഡ് അലീവിയേറ്റ് പോർട്ട് കൺജഷൻ ഇൻ നൈജീരിയ. അവർക്ക് തൊട്ടടുത്ത് പോർട്ടുകളുണ്ട്. അപ്പൊ ആ പോർട്ടുകളിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ പോർട്ട് പണിയുമ്പോൾ അവർ 910 മീറ്ററിലോട്ട് ക്വേ ലെങ്ത് നീട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് പലരും ചോദ്യം വരും, അദാനി അല്ലേ, എന്തുകൊണ്ട് അവർക്ക് ഇത്രയും പരിചയമുണ്ടായിട്ട് അവർ ചോദിച്ചില്ല. നമ്മുടെ ഇവിടെ അദാനി വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം, 2047 ഇതൊക്കെ തീരുമാനിക്കപ്പെട്ടു. അങ്ങനെ ഒരു പ്ലാനാണ് അവരുടെ കയ്യിൽ കൊടുത്തത്. ആ പ്ലാൻ വെച്ചിട്ടാണ് അവർ പണിതത്. അവർ പണിതപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഗവൺമെന്റിന്റെ ഇതിന് മാറ്റം വരുത്താതിരിക്കാൻ വേണ്ടി അവർ 800 മീറ്ററിൽ തുടങ്ങി. ഇനിയും ഈ 2000 മീറ്റർ മതിയോ എന്നുള്ളത് ഈ പറയുന്ന 5 മദർ വെസലുകളെ, 400 മീറ്റർ ആണെങ്കിൽ 5 മദർ വെസലുകളെ നിർത്താമെന്നൊക്കെ കണക്കൂട്ടും. പക്ഷെ 400 മീറ്റർ കൃത്യം പറ്റില്ലല്ലോ. അതിന് ക്ലിയറൻസ് വരുമ്പോൾ 2100 2200 ഒക്കെ വേണ്ടി വരും. അതുകൂടി ഈ ഘട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സെയിലിംഗ് മന്ത്രിയുടെ അഭ്യർത്ഥന. പ്രത്യേകിച്ചും ഈ നൈജർ ഡോക്കിലെ ഈ തുറമുഖത്തിന്റെ MSCയുടെ അനുഭവത്തിൽ നിന്നെങ്കിലും നമ്മൾ ഭാവി ഒന്ന് പഠിക്കേണ്ടതാണ്. തുറമുഖവും ഗേറ്റും കപ്പലും ഒക്കെ ഇനിയിപ്പോ ഗവൺമെന്റുകളുടെ താല്പര്യമുള്ള വിഷയമല്ല. അവർക്കിനി അടുത്ത മാസം 9ാം തീയതി തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് മെയ് മാസം ആദ്യ വാരത്തിൽ വോട്ടെണ്ണൽ. അതുവരെ അവർക്ക് വേറെ ഒരു ചിന്തയുമില്ല. അങ്ങനെ ആവാൻ പാടില്ലല്ലോ. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്, നമ്മളൊരു സ്ലോഗൻ ഏറ്റെടുത്താൽ ആ സ്ലോഗനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ ശ്രീ മോഹൻകുമാർ അദ്ദേഹം സ്കൂളുകൾ വിട്ടിപ്പോ ആശുപത്രിയിലോട്ട് എത്തിയിരിക്കുകയാണ്. വർക്കല താലൂക്ക് ആശുപത്രിയിൽ ഏകദേശം 76ഓളം പേരാണ് കത്തുകൾ അയച്ചത്. പോസ്റ്റ് കാർഡ് ക്യാമ്പയിനിൽ പങ്കെടുത്തത് 76 പേർ. ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റു ജീവനക്കാർ, എല്ലാവർക്കും നേതൃത്വം കൊടുത്തത് ഡോക്ടർ അനിൽ, ഇവിടുത്തെ സൂപ്രണ്ട് ഡോക്ടർ അനിലാണ് നേതൃത്വം കൊടുത്തത്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, വർക്കല മുനിസിപ്പൽ ചെയർമാൻ. അവരുടെ ആവശ്യം, അവിടെ പ്രതിദിനം 20 കിലോയോളം ഓർഗാനിക് വേസ്റ്റ് രൂപം കൊള്ളുന്നുണ്ട്. അത് ഇഫക്റ്റീവായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ബയോ ബിന്നൊക്കെ അവിടെ 5 ബയോ ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ചെലവാണ്. ഈ 20 കിലോ ഓർഗാനിക് വേസ്റ്റ് ഇടുന്നതിന്റെ കൂട്ടത്തിൽ പിന്നെ അതിന് ഇനോക്കുലം 150 രൂപയുടെ ഇനോക്കുലം കൂടി അതിനകത്ത് ചേർക്കണം. ഇതിന്റെ എല്ലാം കണക്ക് കൂട്ടിയെടുത്ത് മോഹൻകുമാർ സെയിലിംഗ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്, ഇവയെല്ലാം കൂടി എടുത്ത് മെത്തനോൾ ഉൽപാദനം നടത്തിയാൽ തിരിച്ച് ആശുപത്രിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുക. ഇന്ന് 10,000 രൂപയോളം ഇങ്ങോട്ട് മുടക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് 12,000 രൂപയോളം അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് മെത്തനോൾ ഉൽപാദനം. അതുകൊണ്ട് മെത്തനോൾ ഉൽപാദനത്തിലോട്ട് തിരിയണം എന്നുള്ളതാണ് ആശുപത്രി ജീവനക്കാരുടെ അഭ്യർത്ഥന. തെരഞ്ഞെടുപ്പും പ്രചരണവും വോട്ടുമായിട്ട് നടക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള സമൂഹത്തിന്റെ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ നമുക്കെങ്കിലും ശ്രമിക്കാം.